മഹാഭാരത യുദ്ധ സമയത്ത് കർണൻ്റെ രഥചക്രം ചതുപ്പി താന്നു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. അപ്പോൾ ശ്രീകൃഷ്ണൻ അത് കണ്ടിട്ട് പാർത്ഥൻ്റെ അടുത്ത് പറയും, അർജുനോട് പറയും, നിനക്കിപ്പോൾ ഏറ്റവും നല്ല സന്ദർഭമാണ് കർണനെ വധിക്കാനുള്ളത്, നീ ഇപ്പോൾ അമ്പ് ചെയ്ത് അതിനെ നിഗ്രഹിക്കണമെന്ന് പറയും. അപ്പം അർജുനൻ അത് കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കും, അല്ലയോ ഇപ്പോൾ നമ്മൾ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചതിയല്ലേ, അത് യുദ്ധത്തിന് നിരക്കാത്ത കാര്യമല്ലേ ചോദിക്കും. അപ്പം അർജുനൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വാചകമുണ്ട്, നീ ഈ യുദ്ധം ഉണ്ടാകാനുള്ള സാഹചര്യം നീ ഒന്ന് പിറകോട്ട് ചിന്തിച്ച് നോക്കിക്കേ. എന്തായിരുന്നു സാഹചര്യം? അത് ചതിയല്ലായിരുന്നു. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമാണ് നമ്മളെ വലിച്ചഴിച്ച് ഇപ്പോൾ ഈ യുദ്ധഭൂമിയുടെ നടുക്കൊണ്ട് നിർത്തിയേക്കുന്നത്. അതൊരു ചതിയല്ലായിരുന്നു. അപ്പം നമ്മൾ ഒരു ശത്രുവിന് അർഹിക്കുന്ന മുറ മാത്രമേ കൊടുക്കൂ. അവൻ ചതിയിലൂടെയാണ് നമ്മളെ ഈ യുദ്ധഭൂമി കൊണ്ട് എത്തിച്ചിരിക്കുന്നതെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മുറ ചതി തന്നെയാണ്. അപ്പോൾ ചില ബന്ധങ്ങളും ചില നമ്മളെ ചതിക്കുന്ന ആൾക്കാരോടും എപ്പോഴും നല്ല ഒരു കാര്യം അവരുടെ മുറ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുന്നത് തന്നെയാണ്.